ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുമ്പളങ്ങി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. കെപിസിസി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കുമ്പളങ്ങി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണയുടെ ഉദ്ഘാടനം കെപിസിസി സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം നിർവഹിച്ചു. ഒരു കാര്യം മാത്രം ചൂണ്ടിക്കാണിക്കുവാനുള്ളത്, ഈ സമരം നടത്തി ഈ സമരം തകർക്കുന്നതിന് വേണ്ടി മനുഷ്യത്വപരമായ നിലപാടുകളില്ലാതെ ഒരു സുപ്രഭാതത്തിനകത്ത് അവർ വലിച്ചു കെട്ടിയ ഒരു നീല ടെന്റ് ഉണ്ടായിരുന്നു. വെയിൽ കൊള്ളാതിരിക്കാൻ, മഴ കൊള്ളാതിരിക്കാൻ. ശക്തമായ മഴ അന്തരീക്ഷത്തിൽ കാർമേഘം രാത്രികാലങ്ങളിൽ കുമിഞ്ഞുകൂടിയപ്പോ ഈ സമരത്തെ പൊളിക്കുന്നതിന് വേണ്ടി പിണറായി വിജയന്റെ പോലീസ് രാത്രി 12 മണിക്ക് അവിടേക്ക് ചെന്ന് ആ ടർപ്പോളിനെടുത്ത് വലിച്ചു മാറ്റിയപ്പോ കുത്തിയൊഴുകുന്ന മഴയത്ത് ഇവർ സമരം നിർത്തി ഇറങ്ങിപ്പോകുമെന്ന പിണറായി വിജയൻ ധരിച്ചത്. ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക, അവരുടെ വേതനം 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നിങ്ങനെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ നടത്തിയത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോൺ അലോഷ്യസ് മാളാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊച്ചി നിയോജക മണ്ഡലം UDF ചെയർമാൻ ജോൺ പഴേരി മുഖ്യ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ്, DCC സെക്രട്ടറി MP ശിവദത്തൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA സഗീർ, ബാങ്ക് പ്രസിഡന്റ് നെൽസൺ കോച്ചേരി, DCC അംഗം ഷാജി കുറുപ്പശ്ശേരി, CC ചന്ദ്രൻ, ജോണി ഉരുളോത്ത്, ജോസ്മോൻ ഇടപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് ഇന്ന് ആശാപ്രവർത്തകർ അംഗനവാടികളുടെയും ഇൻസെന്റീവ് യാതൊരു വിധത്തിലും ഗവൺമെന്റ് അനുവദിക്കാത്ത മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിൽ നടത്തിയ ധർണയുടെ ഭാഗമായിട്ട് കുമ്പളങ്ങി KPCCയുടെ ഒരു നിർദ്ദേശപ്രകാരം കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ അവർക്കൊരു ഇൻസെന്റീവ് കൊടുക്കാനായിട്ട് കമ്മിറ്റി തീരുമാനമെടുക്കാൻ ഞങ്ങൾ ഐക്യകണ്ഠേന തീരുമാനമെടുത്തിരിക്കുന്നു. 600 രൂപയാണ് ഒരു തൊഴിലാളിയുടെ മിനിമം വേതനം എന്ന് നമ്മളല്ല പറയുന്നത്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള കേരളത്തിലെ തൊഴിലാളി വർഗ പാർട്ടി പറയുന്നത്. അങ്ങനെ 12,000 രൂപ അവർക്ക് കൊടുക്കണ്ടേ? എത്ര രൂപയാണ് ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക്, ഈ ആശാവർക്കർമാർക്ക് ഒരു പാവപ്പെട്ട ഗവൺമെന്റിന്റെ തൊഴിലാളി വർഗ പാർട്ടിയുടെ ഗവൺമെന്റിന്റെ കീഴിൽ കൊടുക്കുന്നത്? 7,000 ചില്ലുവാനും രൂപയാണ്. ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന സമയത്താണ് പ്രവർത്തിക്കുന്നതൊന്നുമില്ല. അവർ ഫുൾ ടൈം പ്രവർത്തിക്കുന്നവരാണ്. നമ്മുടെ സംസ്ഥാനത്തും പഞ്ചായത്തിലും കോർപ്പറേഷനുകളിലും പേമാരി പോലെയുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യമായിട്ട് അതിന്റെ പരിഹാര ക്രിയയ്ക്ക് വേണ്ടിയിട്ട്, അത് പടരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇതുമായി ബന്ധപ്പെട്ടുള്ള സന്ദേശങ്ങൾ ജനങ്ങളുടെ മുന്നിൽ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഗവൺമെന്റും പഞ്ചായത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആദ്യമായി സമീപിക്കുന്നത് ഈ ആശാവർക്കർമാരാണ്. പഞ്ചായത്ത് അംഗങ്ങൾ, സഹകരണ ബാങ്ക് മെമ്പർമാർ, കോൺഗ്രസ് മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾ, മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മല്ലിപ്പൊടി, മുളകുപൊടി, മഞ്ഞപ്പൊടി അങ്ങനെ വിസ്മയുടെ പൊടികളായ പൊടികൾക്കും 50% ഓഫർ. ചെറിയ പെരുന്നാളിന് വലിയ ഓഫർ. ദ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്, കൊച്ചി.